നമുക്കിന്ന് കിട്ടിയേക്കുന്നേ കണ്ണാടിപ്പാര എന്ന് പറഞ്ഞ മീനാണ്. അത് എന്ത് മീനാന്ന് എനിക്കറിയില്ല. അതിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് എനിക്ക് വലിയ രൂപമൊന്നുമില്ല. ഇത് മുറിച്ച് കൊണ്ടുവന്നാണ് കേട്ടോ. എന്തായാലും നമുക്ക് കഴുകി നല്ല മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ വേവൊന്നും എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നൊന്നും. എന്നാലും നമുക്കിത് നന്നായിട്ട് കഴുകി എടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ മീനൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കറിക്ക് കൊടംപുളിയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതാ കൊടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അതിലൊക്കെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി, പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. നമ്മൾ ഇഞ്ചി ഇതിലേക്ക് നുറുക്കിയിട്ടിട്ടില്ല കേട്ടോ. നമുക്ക് തേങ്ങയിലിട്ട് അരച്ചെടുക്കാം. അപ്പം ഇനി ഇതിലേക്കുള്ള തേങ്ങ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ തേങ്ങ അരയ്ക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഇഞ്ചി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. തേങ്ങയുടെ കൂട്ടത്തിലാകുമ്പോൾ ഇഞ്ചി നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ആദ്യം ഒന്ന് ഇഞ്ചി അരച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ചിട്ട് വേണം നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് ഈ കറി ഒന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് തേങ്ങ കലക്കി പാർന്ന് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്നുകൂടെ വേവിച്ചെടുക്കാം കേട്ടോ. അടച്ചു വെച്ച്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒന്നുകൂടെ നന്നായി തിളച്ചോട്ടെ കേട്ടോ. അപ്പോൾ അത് ഏകദേശം നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഇറക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് ആ കറി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്വല്പം കരിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ മീൻ. അപ്പോൾ ഞാനിത്തിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നല്ല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളി മൂപ്പിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു.